ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി വരുന്ന ഘട്ടങ്ങളിൽ 10th പ്രിലിംസ് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 100 മുൻവർഷ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കിയാണ്. കേരളത്തിൽ അക്ഷയ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ജില്ല ഏത്? മലപ്പുറം ജില്ലയിലാണ് അക്ഷയ പദ്ധതി കേരളത്തിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആര്? വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി. സുനാമി എന്ന പദം ഏത് ഭാഷയിൽ നിന്നുള്ളതാണ്? ജാപ്പനീസ്. ജാപ്പനീസ് ഭാഷയിൽ നിന്നുള്ള പദമാണ് സുനാമി. ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ആദിവാസികൾ ഉള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള സംസ്ഥാനം ഏത്? ഗുജറാത്ത് ആണ്. ഗുജറാത്ത്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപ്. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡാണ് ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം എന്താണ്? മണികർണിക എന്നതാണ് ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ ആദ്യം മുഴക്കിയത് ആര്? ഭഗത് സിംഗ് ആണ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ ആദ്യം മുഴക്കിയത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള കരാറായ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിലെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന മലയാളി ആരാണ്? ഇ ശ്രീധരൻ ആണ് ഇന്ത്യയിലെ മെട്രോമാൻ എന്നറിയപ്പെടുന്ന മലയാളി. PSC മാറിയെങ്കിൽ നമ്മുടെ പഠനത്തിനും മാറ്റം അനിവാര്യമാണ്. പുതിയ പാറ്റേൺ ചോദ്യങ്ങളെ ഇനി ധൈര്യപൂർവ്വം നേരിടാൻ വേണ്ടിയിട്ട് അൺഅക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു കേരള PSC ന്യൂ പാറ്റേൺ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്. അപ്പൊ ഈ ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ്സും ഫ്രീ ആയിട്ട് തന്നെ കാണാവുന്നതാണ്. കൂടാതെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സമയത്ത് 10% ഡിസ്കൗണ്ടും ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പൊ ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്തൊക്കെയാണെന്ന് പറയാം. 18, 25 തീയതികളിൽ രാത്രി 8 മണിക്ക് 75 മിനിറ്റിൽ 50 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആണ്. ഓക്കെ. പിന്നെ അൺഅക്കാഡമിയിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഫ്രീ ആയിട്ട് തന്നെ കാണാവുന്നതാണ്. അത് അൺലോക്ക് ചെയ്യാനും ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. സ്പെഷ്യൽ ക്ലാസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ലൈവായിട്ട് എഡ്യൂക്കേറ്റേഴ്സിന്റെ അടുത്ത് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മറ്റ് ലേണേഴ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോൾസ് ഉണ്ട്. അതുപോലെ എവിടെ ഇരുന്നും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് സ്പെഷ്യൽ ക്ലാസ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. ഇതെല്ലാം ഒറ്റ പ്ലാറ്റ്ഫോമിലേ കിട്ടത്തുള്ളൂ അൺഅക്കാഡമി. അപ്പോൾ ഫ്രീ കണ്ടന്റ്സ് എല്ലാം ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് പദ്ധതി കാലയളവിലാണ്? 3ാം പദ്ധതി കാലത്താണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. കുറുവ ദ്വീപ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കുറുവ ദ്വീപ് വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആരാണ്? ജഹാംഗീർ ആണ് ഇപ്രകാരം പറഞ്ഞത്. വിവരാവകാശ നിയമം പാസാക്കിയ വർഷം എന്ന്
2005 വിവരാവകാശ നിയമം പാസാക്കിയത്? ഗ്രീൻ പീസ് എന്ന സംഘടനയുടെ പ്രവർത്തന മേഖല ഏതാണ്? പരിസ്ഥിതിയാണ്. പരിസ്ഥിതി. ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത്? ഭാരതരത്നമാണ് ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജ ആര്? കൽപ്പന ചൗള. കൽപ്പന ചൗളയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ വർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി. ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കാനുള്ള അവകാശം ആർക്കാണ് ഉള്ളത്? കേന്ദ്ര ഗവൺമെന്റിനാണ് ഇന്ത്യയിലെ വരുമാന നികുതി പിരിക്കാനുള്ള അവകാശം ഉള്ളത്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് എന്നാണ് PSC ഉത്തരം കൊടുത്തത്. ഇത് ആദ്യത്തെ ഒന്നാം ഘട്ട 10th പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ഇതിൽ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ എന്ന് ചോദിച്ചിട്ട് റാഷ് ബിഹാരി ബോസ് ആണ് PSC ഉത്തരം കൊടുത്തത്. ശരിക്കും റാഷ് ബിഹാരി ബോസ് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ. പക്ഷേ ഇപ്പോൾ നമ്മൾ എടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ആരില്ല ഓപ്ഷനില്? റാഷ് ബിഹാരി ബോസ് ഇല്ല. റാഷ് ബിഹാരി ബോസിൽ നിന്നാണ് സുഭാഷ് ചന്ദ്രബോസ് INA നേതൃത്വം ഏറ്റെടുത്തത്. റാഷ് ബിഹാരി ബോസ് ഓപ്ഷനിൽ ഇല്ലാത്ത പക്ഷം സുഭാഷ് ചന്ദ്രബോസ് നമുക്ക് ആൻസർ ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതാണ് ഒരു ചോദ്യത്തിന് 2 ഉത്തരം വരാനുള്ള കാരണം. ഓപ്ഷനിൽ റാഷ് ബിഹാരി ബോസ് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഉത്തരം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം, നളന്ദ സർവകലാശാല നിലനിന്നിരുന്നത് എവിടെയാണ്? നളന്ദ സർവകലാശാല ബീഹാറിലാണ് നിലനിന്നിരുന്നത്. ഇന്ദിരാ പോയിന്റ് എന്ന സ്ഥലം എവിടെയാണ്? ഇന്ദിരാ പോയിന്റ് എന്ന സ്ഥലം ആൻഡമാൻ നിക്കോബാറിലാണ്. ആൻഡമാൻ നിക്കോബാർ. വിദേശത്ത് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്ക് ഏത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് വിദേശത്തെ ഏറ്റവും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ളത്. കൊണാർക്ക് സൂര്യക്ഷേത്രം ഏത് സംസ്ഥാനത്തിലാണ്? കൊണാർക്ക് സൂര്യക്ഷേത്രം ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത്. തപാൽ സ്റ്റാമ്പുകളിൽ ആദ്യമായി സ്ഥാനം ലഭിച്ച മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ആണ് തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി സ്ഥാനം ലഭിച്ച മലയാളി. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കിയാണ്. ഇടുക്കി. ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. ലോക്സഭ. ഇന്ത്യയിൽ ആദ്യമായി പേപ്പർ കറൻസി കൊണ്ടുവന്നത് ആരാണ്? ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പേപ്പർ കറൻസി കൊണ്ടുവന്നത്. LICയുടെ ആസ്ഥാനം എവിടെ? LICയുടെ ആസ്ഥാനം മുംബൈ ആണ്. മുംബൈ. ക്ഷീര സഹകരണ സംഘത്തിന് പേര് കേട്ട സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. ഗുജറാത്ത്. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം ഏത്? ലോക്പാൽ ആണ് ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് രൂപം നൽകിയ സ്ഥാപനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒന്നാമത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. ഇന്ത്യൻ ദേശീയ പതാകയിലെ ആരക്കാലുകൾ എത്ര എണ്ണമാണ് ഉള്ളത്? 24 ആരക്കാലാണ് എവിടെയുള്ളത്? അശോക ചക്രത്തില്. ഓക്കെ, ഇന്ത്യൻ ദേശീയ പതാകയിൽ 24 ആരക്കാലുകളാണ് ഉള്ളത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? എത്ര മണിക്കൂറാ? 5.5 മണിക്കൂറാണ് മുന്നിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലസേചന സൗകര്യമുള്ള സംസ്ഥാനം ഏതാണ്? പഞ്ചാബ് ആണ്. പഞ്ചാബ്. PSC ഫൈനൽ ആൻസർ പഞ്ചാബ് ആണ്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ദാമോദർ നദിയാണ് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അയൽ രാജ്യം ഭൂട്ടാൻ. മാലിദ്വീപ് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും ഉത്തരം. ആധുനിക ഇന്ത്യയുടെ യഥാർത്ഥ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ആധുനിക ഇന്ത്യയുടെ യഥാർത്ഥ ശില്പി എന്ന് അറിയപ്പെടുന്നത്. മുസിരിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രസിദ്ധമായ പുരാതന തുറമുഖം ഏത്?
കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ. ഇന്ത്യയിൽ സെൻസസ് എത്ര വർഷം കൂടുമ്പോഴാണ് നടത്തുന്നത്? 10 വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം ഏത്? പയ്യന്നൂരാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം. ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂരാണ്. ഹൈറോഗ്ലിഫിക്സ് ഏത് കാലഘട്ടത്തിലെ എഴുത്ത് രീതിയാണ്? ഹൈറോഗ്ലിഫിക്സ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിലെ എഴുത്ത് രീതിയാണ്. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ് ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ഗവേഷണ സ്ഥാപനം ഏത്? ദക്ഷിണ ഗംഗോത്രി. ദക്ഷിണ ഗംഗോത്രിയാണ് അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ഗവേഷണ സ്ഥാപനം. അടുത്ത ചോദ്യം, UN സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗ്യൂട്ടറസ് ഏത് രാജ്യക്കാരനാണ്? അന്റോണിയോ ഗ്യൂട്ടറസ് പോർച്ചുഗീസ് ആണ്. പോർച്ചുഗൽ. രാജ്യാന്തര ശിശു നിധിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കിലാണ് രാജ്യാന്തര ശിശുനിധിയുടെ ആസ്ഥാനം. ഐക്യരാഷ്ട്ര സംഘടനയിൽ അവസാനമായി ചേർന്ന രാജ്യം ഏത്? ദക്ഷിണ സുഡാൻ. സൗത്ത് സുഡാൻ ആണ് ഐക്യരാഷ്ട്ര സംഘടനയിൽ അവസാനമായി ചേർന്ന രാജ്യം. ഐക്യരാഷ്ട്ര സംഘടന ഏപ്രിൽ 20 ഏത് ഭാഷാ ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്? ചൈനീസ് ആണ്. ചൈനീസ്. അടുത്ത ചോദ്യം, കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര്? ഇപ്പോ നിലവിൽ ആരാണ്? പി സതീദേവിയാണ്. 2017 വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരൻ ആര്? TD രാമകൃഷ്ണൻ. TD രാമകൃഷ്ണൻ. 2020 ഏഴാച്ചേരി രാമചന്ദ്രൻ. 2021 ബെന്യാമിൻ. അടുത്ത ചോദ്യം, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ആണ്. ഏത് ഭീകരരുടെ തടവിൽ നിന്നാണ് ഫാദർ ടോം ഉഴുന്നാൽ മോചിപ്പിക്കപ്പെട്ടത്? ആ ടൈമിലെ കറണ്ട് അഫെയർ ആയിരുന്നു. ഉത്തരം യമൻ ആണ്. യമൻ. മുന്നാക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരുടെ ഭവന പുനരുദ്ധാരണ പദ്ധതിയുടെ പേരാണ് ഭവന സമുന്നതി. ഭവന സമുന്നതി. ബ്രിട്ടീഷ് മലബാർ ജില്ലാ കളക്ടർ ആയിരുന്ന VS കനോലിയുടെ പേരിൽ അറിയപ്പെടുന്ന തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? നിലമ്പൂരാണ്. നിലമ്പൂർ. നീലഗിരി മലമുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ ഏത്? കുന്തിപ്പുഴയാണ് നീലഗിരി മലമുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ. കേരള ഗ്രാമീണ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മലപ്പുറത്താണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആസ്ഥാനം. നെൽസൺ മണ്ടേലയുടെ ആത്മകഥ. നെൽസൺ മണ്ടേലയുടെ ആത്മകഥ എ ലോങ് വാക്ക് ടു ഫ്രീഡം. നാസികളുടെ മർദ്ദനത്തെ തുടർന്ന് 1934 ജർമ്മനിയിൽ വെച്ച് മരണപ്പെട്ട കേരളീയൻ ആര്? ഡോക്ടർ ചെമ്പകരാമൻ പിള്ള. ഡോക്ടർ ചെമ്പകരാമൻ പിള്ള. GSTയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? GST ബ്രാൻഡ് അംബാസിഡർ ആര്? അമിതാഭ് ബച്ചൻ ആണ്. അമിതാഭ് ബച്ചൻ. മുഗൾ ഭരണാധികാരിയായ ജഹാംഗീറിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ലാഹോറിലാണ്. ലാഹോർ. ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികൾ ആണ്. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല. ഇന്ത്യയിലെ ആദ്യ പോളിയോ വിമുക്ത ജില്ല പത്തനംതിട്ട. പത്തനംതിട്ട. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? അരുണാചൽ പ്രദേശിലൂടെയാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. കൂട്ടത്തിൽ പെടാത്തത് ഗവൺമെന്റ് ആണ്. അടുത്ത ചോദ്യം, ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ദാദാഭായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച വർഷം എന്നാണ്? 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. ആര്യ സമാജ സ്ഥാപകൻ ആര്? ആര്യ സമാജ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്.
ചമ്പാരനിലെ നീലം കർഷകരുടെ സമര കേന്ദ്രം എവിടെയായിരുന്നു? ബീഹാർ. ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. റൗലറ്റ് നിയമത്തിന്റെ ഏറ്റവും ക്രൂരമായ മുഖമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ്. വട്ടമേശ സമ്മേളനങ്ങളുടെ എണ്ണം എത്രയാണ്? എത്ര വട്ടമേശ സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്? 3. ഫോർവേഡ് ബ്ലോക്ക് താഴെ പറയുന്ന ഏത് വിഭാഗത്തിൽ പെടുന്നു? ഫോർവേഡ് ബ്ലോക്ക് രാഷ്ട്രീയ പാർട്ടിയാണ്. സ്ഥാപിച്ചതാര? സുഭാഷ് ചന്ദ്രബോസ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വേണ്ടി പ്രവർത്തിച്ച സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്നത് ആര്? VP മേനോനാണ്. VP മേനോൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു? നെഹ്റു ആയിരുന്നു. നെഹ്റു. സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. പഞ്ചശീല തത്വങ്ങളിൽ ഇന്ത്യയുമായി കരാറിൽ ഒപ്പിട്ട രാജ്യം ചൈനയാണ്. ചൈന. വിവരാവകാശത്തിന് വഴിയൊരുക്കിയ നിയമനിർമ്മാണം നടപ്പിലാക്കിയ വർഷം എന്ന്? 2005. 2005. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം. പൂർണ്ണമായും സമുദ്രത്താൽ ചുറ്റപ്പെട്ട കരഭാഗം ജപ്പാൻ. ജപ്പാനാണ്. പ്രകൃതി ദുരന്തങ്ങളിൽ പെടാത്തത് ഏത്? പ്രകൃതി ദുരന്തങ്ങളിൽ പെടാത്തത് മഴയാണ്. മഴ. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശ്. അടുത്ത ചോദ്യം. കോറമണ്ടൽ തീരം എന്നറിയപ്പെടുന്നത്? കോറമണ്ടൽ തീരം എന്നറിയപ്പെടുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട്. ഖാരിഫ് വിളവെടുപ്പ് കാലം. ഖാരിഫ് വിളവെടുപ്പ് കാലം നവംബർ ആണ്. നവംബർ. നാണ്യവിളയ്ക്ക് ഉദാഹരണം ഇവിടെ നാണ്യവിളയൊന്നും ഇല്ല. ഈ ചോദ്യം PS ഡിലീറ്റ് ചെയ്തു. ഇരുമ്പിന്റെ അംശമുള്ള ലോഹധാതു. ഇരുമ്പിന്റെ അംശമുള്ള ലോഹധാതുവാണ് മാംഗനീസ്. മാംഗനീസ് ആണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല ചൈനയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല എവിടെയാണ്? ചൈനയിലാണ്. വായ്പാ നിയന്ത്രിക്കാൻ അധികാരമുള്ള ബാങ്കാണ് റിസർവ് ബാങ്ക്. വായ്പ നിയന്ത്രിക്കാൻ അധികാരമുള്ള ബാങ്ക് റിസർവ് ബാങ്ക്. ഇന്ത്യ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതികളുടെ എണ്ണം എത്ര? 12 ആണ്. അടുത്ത ചോദ്യം. മലബാറിൽ ദേശീയ സമരത്തിന് നേതൃത്വം നൽകിയ വനിത ആര്? AV കുട്ടിമാളു അമ്മയാണ് മലബാറിൽ ദേശീയ സമരത്തിന് നേതൃത്വം നൽകിയ വനിത. അപ്പൊ കുട്ടിയുമായിട്ട് 2 മാസം പ്രായമുള്ള കുട്ടിയുമായി ജയിൽവാസം അനുഭവിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? AV കുട്ടിമാളു അമ്മയാണ്. ഓക്കെ. അപ്പൊ 100 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ ചോദ്യ പേപ്പർ എല്ലാം നിങ്ങൾ 10th ലെവൽ പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് 10th ലെവൽ നിലവാരത്തിൽ PS നടത്തിയ പരീക്ഷകളുടേതാണ്. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവത്തുള്ളൂ. അത് തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ദയവ് ചെയ്തൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വീണ്ടും കാണാം. താങ്ക് യു.